Hello everyone, welcome back to Mary Street. ഇന്ന് നമ്മൾ ഒരു അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് കൊണ്ടിട്ട് ഒരു മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല ഷുഗർ ഒന്നും ചേർക്കാതെ നമ്മൾ ഹണി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെൽത്തിയും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ അവക്കാഡോ മേടിക്കുമ്പോൾ മിക്കവാറും കൂടുതലും പഴുക്കാത്ത ടൈപ്പ് ആയിരിക്കും നമ്മൾ നോക്കിയെടുക്കുക, കാരണം പെട്ടെന്ന് മോശമായി പോകാതിരിക്കാൻ. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പർ കവറിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ വിൻഡോൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും വെക്കണ്ട. അത് പഴുത്ത് കഴിഞ്ഞതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പഴുത്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അവക്കാഡോ ആണ് യൂസ് ചെയ്യുന്നത് ഇതിനേക്ക് വേണ്ടിയിട്ട്. ഒരെണ്ണം ഇങ്ങനെ തുറന്ന് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് അതിൻ്റെ ഫ്ലഷ് മാത്രം, ആ ബട്ടർ മാത്രം ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അത് ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരു അവക്കാഡോയുടെ 2 ഭാഗവും നമ്മൾ ഇതിലേക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2 ചെറിയ കപ്പിലേക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഹണിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ബദാം അല്ലെങ്കിൽ ആൽമണ്ട് ഒരു 12 എണ്ണം വെള്ളത്തിൽ ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാൻ നല്ല എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ആ തൊണ്ടൊന്ന് കളഞ്ഞതിന് ശേഷം ആ 12 ആൽമണ്ടും ചേർത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പാലും അതുപോലെ ഒരു 3-4 ക്യൂബ് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ആൽമണ്ടൊക്കെ നന്നായി അരഞ്ഞു കിട്ടണം. ഇനി നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ ചേർക്കാം. ആദ്യം ഒരുപാട് പാല് ചേർത്താൽ ചിലപ്പോൾ ആൽമണ്ടൊക്കെ അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ, 2 ബാച്ചായിട്ട് ചെയ്യുന്നത്. ഇനി മധുരം ഒരു ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ തേൻ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അവക്കാഡോ പഴുക്കാനുള്ള ടിപ്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് പഴുത്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ മിൽക്ക് ഷേക്ക് ട്രൈ ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.